അതാ അഗത്തിയിലെ ആഴക്കടലിൽ നിന്നും ഒരു മത്സ്യത്തെ ചൂണ്ടയിൽ കുടുക്കി ബോട്ടിലേക്ക് വലിച്ച് എടുത്തിരിക്കുകയാണ്. ചൂണ്ട തൊണ്ടയിൽ കുടുങ്ങിയ രീതിയിൽ അതാ മത്സ്യം അവിടെ പിടയുന്നുണ്ട്. ചൂണ്ട ഊരിയെടുത്തിരിക്കുകയാണ്. മത്സ്യത്തിനെ പിടിച്ചുകൊണ്ട് അവർ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ട് ഇടുകയാണ്. മത്സ്യം ജീവൻ വെടിയുന്നതിന് മുൻപ് ജീവൻ തിരിച്ചു കിട്ടാൻ കഴിയുമോ എന്ന ഒരു പാഴ്ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയും കാണാനുണ്ട്. ആ ദുഃഖകരമായ അവസ്ഥ നോക്കി ഇരിക്കുകയാണ് ഞങ്ങൾ. ആഴക്കടലിൽ കടുത്ത നീല നിറത്തിലുള്ള ശാന്തമായ കടൽ ജലമാണ് ഞങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മത്സ്യത്തിന് നേരത്തെ പിടികൂടിയ മത്സ്യത്തിൻ്റെ കൂട്ടത്തിലേക്ക് മറ്റൊരു മത്സ്യത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളുടെ യാത്ര തീരത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞങ്ങളുടെ മത്സ്യബന്ധന പ്രവർത്തനാനുഭവം ഇതോടെ പൂർണ്ണമായിരിക്കുകയാണ്. ഞങ്ങൾ കരയിലേക്ക് ബോട്ടിൽ യാത്ര തിരിക്കുകയാണ്. കരയോട് ചേർന്നുള്ള പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. രണ്ട് മത്സ്യങ്ങൾ അവർ ജീവൻ വെടിഞ്ഞ രീതിയിൽ എത്തിയിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുകയാണ്. അസ്തമയ സൂര്യനെ നേരിട്ട് കാണാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എങ്കിലും കാർമേഘങ്ങൾ അതിനെ മറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. സൂര്യാസ്തമയത്തിന് സമയം ആയിട്ടില്ല, അതുകൊണ്ട് കാത്തിരിക്കാം. വളരെ ഭംഗിയുള്ള സൂര്യാസ്തമയം കാണാൻ കഴിയുമെന്ന് എന്ന പ്രതീക്ഷയോടെ സൂര്യനെ കാർമേഘങ്ങൾ മറച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും സൂര്യാസ്തമയം കാണാൻ കഴിയും എന്ന വിശ്വാസമില്ല. ഞങ്ങളിതാ ബോട്ട് ജട്ടിയിൽ എത്തിയിരിക്കുന്നു. എല്ലാവരും മത്സ്യബന്ധന ബോട്ടിൽ നിന്നും പുറത്തിറങ്ങി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സൂര്യാസ്തമയം ഒരു നോക്കുകൂടി കാണാനുള്ള വൃഥാശ്രമം നടത്തുന്നു. മത്സ്യബന്ധന ബോട്ട് ഞങ്ങളോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി ഞങ്ങളുടെ മടക്കയാത്രയാണ്. വിരഹം നിറഞ്ഞ യാത്ര. എല്ലാ കാഴ്ചകളും കണ്ടാസ്വദിച്ച് ഞങ്ങൾ അഗത്തി ദ്വീപിനോട് വിട പറയേണ്ട ദിവസങ്ങളിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും ഒത്തുകൂടി ഞങ്ങളുടെ നഷ്ടബോധം പങ്കിടുകയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെളിച്ചം മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വാഹനത്തിൽ കയറി യാത്ര പുറപ്പെടുകയാണ്. വീണ്ടും കൂടുതൽ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനായി യാത്ര തുടരും.